വയനാട് ലോക്സഭാ മണ്ഡലത്തിനകത്ത് വരുന്ന നിയമസഭാ സീറ്റുകളാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരായിരുന്നാലും ഏറനാടായിരുന്നാലും വണ്ടൂരായിരുന്നാലും ഒക്കെ. കൃത്യമായി പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ 3 നിയോജക മണ്ഡലവും, അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ 3 നിയോജക മണ്ഡലവും, കോഴിക്കോട് ജില്ലയിലെ 1 നിയോജക മണ്ഡലവും ചേരുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. ഇതിനകത്ത് ഏറെ പ്രത്യേകത, PV അൻവർ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അന്തകനായി മാറിയിരിക്കുന്നത് എത്രത്തോളം വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം റെക്കോർഡിലേക്ക് ഉയർത്തും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. CPI നേരത്തെ തന്നെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. CPIക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പോരാടാൻ മനസ്സില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത്. അതേസമയം PV അൻവറിന് ഏറനാടും നിലമ്പൂരുമുള്ള സ്വാധീനം എത്രത്തോളമാണെന്ന് എല്ലാവർക്കും അറിയാം. 2011 ഏറനാട് നിയോജക മണ്ഡലത്തിൽ PK ബഷീറിനോട് തോറ്റത് വെറും 11,000 വോട്ടുകൾക്കാണ്. അതായത് 47,500 വോട്ടുകൾ വെറും സ്വതന്ത്രനായി നിന്നുകൊണ്ട് PK ബഷീറിനെതിരെ നേടിയിരുന്നു PV അൻവർ എന്നുള്ളത് നമ്മൾ ഓർക്കണം. അന്ന് CPIയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വെറും 2,000 വോട്ടുകൾ മാത്രമായിരുന്നു. അതായത് CPIയുടെ വോട്ട് ബാങ്കും അതുപോലെ തന്നെ ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെ കൃത്യമായ വോട്ട് ബാങ്കും PV അൻവറിലേക്ക് 2011 നിക്ഷിപ്തമായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് 2016 21 PV അൻവർ നിലമ്പൂരിൽ നിന്ന് ഇടതു സ്വതന്ത്രനായാണ് വിജയിച്ച് കയറിയത്. അതേ PV അൻവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, മലപ്പുറം ജില്ലാ സെക്രട്ടറി, CPIഎമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സംഘപരിവാറിൻ്റെ പിടിയിലായി കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളത്. നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള PV അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം തന്നെ കേരള രാഷ്ട്രീയം ഒന്നടങ്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. അതിനിടയിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി PC ജോർജിൻ്റെ മകനെയാണ് അവിടെ ഫീൽഡ് ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. K സുരേന്ദ്രൻ, അതായത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, കഴിഞ്ഞ തവണ വയനാട്ടിൽ നിന്ന് മത്സരിച്ചപ്പോൾ കെട്ടിവെച്ച കാശ് പോലും കിട്ടിയിട്ടില്ല. മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 1/6 നേടിയാൽ മാത്രമേ കെട്ടിവെച്ച കാശെങ്കിലും തിരിച്ചു കിട്ടുകയുള്ളൂ. അത്രയും ദയനീയമാണ് BJPയുടെ അവിടുത്തെ പ്രകടനം. ദേശീയ തലത്തിൽ ഭരിക്കുന്ന പാർട്ടിക്ക് വയനാട്ടിൽ വളരെ ദുർബലമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നേരത്തെ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ച സ്മൃതി ഇറാനി വരെ അവിടെ K സുരേന്ദ്രന് വേണ്ടി ക്യാമ്പയിനിങ്ങിന് വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. CPI ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് UDFുമായി ബാന്ധവം പുലർത്താനുള്ള ഒരു സാഹചര്യം എന്ന രീതിയിലേക്കാണ്. അതായത് CPM ബന്ധം അവസാനിപ്പിക്കാൻ ഏറ്റവും പറ്റിയ അവസരമായി ഇതിനെ കണക്കാക്കാൻ കഴിയും. പ്രചരണത്തിനുൾപ്പെടെ വേദി പങ്കിടാൻ കോൺഗ്രസുമായി CPIയുടെ പ്രാദേശിക നേതാക്കൾ അതുകൊണ്ടാണ് തയ്യാറായിരിക്കുന്നത്. ഇത് പുതിയൊരു ദിശാസൂചന തന്നെയാണെന്ന് ഏവർക്കും പറയാൻ കഴിയും. BJP എന്തിനാണ് അവിടെ മത്സരിക്കുന്നതെന്ന് ഇപ്പോഴെന്നല്ല ഒരിക്കലും പറയാൻ കഴിയുന്നില്ല. കാരണം അത്രയേറെ നാണം കെട്ട അവസ്ഥയിലാണ്. ഏതായാലും BJP CPIM ബന്ധം മറനീക്കി പുറത്തു വന്ന സ്ഥിതിക്ക് BJPക്കും CPIഎമ്മിനും കൂടെ ഒരൊറ്റ സ്ഥാനാർത്ഥി വയനാട്ടിൽ പോരെ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്.